കുറേ വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. A few years back, a man lived in Europe. അദ്ദേഹം കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു ഒരു സ്ത്രീയുമായിട്ട് കല്യാണത്തെല്ലാം നിശ്ചയിച്ചു. He fell in love with a woman and wanted to marry, and they were engaged. പക്ഷേ കല്യാണത്തിൻ്റെ തലേദിവസം ആ സ്ത്രീ ഒരു കുളത്തിൽ വീണ് മരിച്ചുപോയി. But on the eve of the marriage, she fell into a lake and she drowned. അങ്ങനെ ആ മനുഷ്യൻ തീരുമാനിച്ചു, വളരെ വേദനയോടെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം, അതുകൊണ്ട് ഇനിയും കല്യാണം കഴിക്കുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആതുര സേവനങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതി അദ്ദേഹം യൂറോപ്പിൽ നിന്ന് കാനഡയിൽ വന്നു. So he was so crestfallen, and he decided from the pain that he is not going to get married again, and so he migrated from Europe to Canada. കാനഡയിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. He started working for the Lord in Canada. അങ്ങനെ 45 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വയറ്റിലൊരു വേദന വന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കുവാനിടയായി. When he was 45 years old, he had a pain in his stomach, and he went to the hospital. ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് വളരെ പ്രയാസം നിറഞ്ഞൊരവസ്ഥ, അദ്ദേഹത്തിന് ക്യാൻസർ വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ തൻ്റെ ശരീരത്തിലുണ്ട്. The doctors found that he had advanced cancer in his stomach. അദ്ദേഹം ഒരുപാട് കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ലൊരു ക്രിസ്തീയ അനുഭവമുള്ള ഒരു മനുഷ്യൻ. A man who toiled for the Lord for years. ലോകപ്രകാരം ചിന്തിച്ചാൽ ഇത്ര ദാരുണമായ ഈ ദൈവത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കും. There is a big question, why does such things happen to someone who toils for the Lord for years? അങ്ങനെ അദ്ദേഹം തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ മരണവുമായി മൽപ്പിടിച്ച് കിടക്കുന്ന സമയത്ത് കൂട്ടുകാരൻ തൻ്റെ അടുത്തിരുന്ന വേദപുസ്തകം എടുത്ത് തുറന്നു നോക്കി. At that time, one of his friends opened the Bible beside him and started reading from the Bible. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കടലാസ് ഇരിക്കുന്നു. And when he opened the Bible, he found a piece of paper in the Bible. അത് വായിച്ചു നോക്കിയപ്പോൾ What a friend we have in Jesus എന്ന മനോഹരമായ ഗാനമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. So this friend sees a song written in that paper, What a friend we have in Jesus. ആ മനോഹരമായ ഗാനം നമ്മൾ പാടി ആശ്വസിക്കുന്നത് ജോസഫ് സ്ക്രീവൻ എന്ന് പറയുന്ന ആ വ്യക്തി എഴുതിയ ഗാനമാണ്. Joseph Stephen is a servant of Stephen. Joseph Stephen is the person, servant of God, who penned that song. അദ്ദേഹം 45 വയസ്സോടുകൂടി ഈ ലോകം കടന്നുപോയി. He died when he was 45 years old. പക്ഷേ എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ഒരു പാട്ട് നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയത്. But he gave us a song that will last forever. നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണിത്. That is one attribute of our God. വൻ കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. God may not do big things, great things through us. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന എന്തൊരു ചെറിയ കാര്യമാണ്, നിലനിൽക്കുന്ന കാര്യം ദൈവത്തിന് ചെയ്യിക്കുവാൻ. But whatever he makes us do, he makes it last forever. എന്ത് നല്ലോർ സഖി യേശു പാപദുഃഖം വഹിക്കും. ഈ പാട്ട് പാടുമ്പോൾ ആരുടെ ഹൃദയമാണ് ഉരുകാത്തത്? When we sing this song, each and every heart will melt. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നും. We will feel a weight and burden removed from our hearts. കർത്താവിന്റെ ദാസനായ ജോസഫ് സ്ക്രീവന് നൽകിയ ആ മനോഹരമായ ഗാനം. The song given to servant of God Joseph Stephen. ദുഃഖം വഹിക്കും എല്ലാം യേശുവോട് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നൊമ്പരമേറെ സഹിച്ചു സാവധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോട് ചെന്നു
ചൊല്ലിടായിക നിമിത്തം ശോധനകളും വിവിധ ദുഃഖങ്ങളും ധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടല്ല ദുഃഖം സർവം വഹിക്കുന്ന നീത്തം മറ്റാരുമുണ്ടോ ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോട് ചൊല്ലിടാ ബലഹീനം തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം ചൊല്ലാം യേശുവോടല്ല മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി ചൊല്ലേശുവോടല്ല ഉള്ളം കൈലീശൻ കാക്കും അന്തുണ്ടാശ്വാസമില്ല